നമസ്കാരം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സുന്ദരികളായിട്ട് ഇരിക്കാനായിട്ടാണ്. നമ്മുടെ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണ് നമ്മുടെ ഐബ്രോസ്. അതെങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ള ചെറിയ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഐബ്രോസ് കുറച്ച് തിന്നാണ്, കളർലെസ് ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു പാർട്ടിക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ട് കാണിക്കാം? ഇപ്പോൾ ഗായത്രിയുടെ ഐബ്രോസ് ഷേപ്പ് പെർഫെക്റ്റ് ആണ്, ഫില്ല് ചെയ്യണം. ചെറിയ ചെറിയ ഷേപ്പിന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. കളറും കുറവാണ്. നോർമലി എല്ലാവരുടെയും ചിലപ്പോൾ ഈ സൈഡിൽ തിക്നെസ് ഉണ്ടാവും, ഈ സൈഡിൽ തിക്നെസ് കുറവായിരിക്കും. ചിലർക്ക് ഈ സൈഡ് സ്റ്റാർട്ടിങ് നല്ല തിക്നെസ് ഉണ്ടാവും, ഇങ്ങോട്ട് തിക്നെസ് കുറവായിരിക്കും. പിന്നെ ചിലർ ഷേപ്പ് വന്നിട്ട് ഫേസിന് പറ്റുന്നൊരു ഷേപ്പ് ആയിരിക്കില്ല. ഐബ്രോയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡറാണ്. അപ്പോൾ അത് വെച്ച് ഫില്ല് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ ഐ കേക്ക് ആണോ സാധാരണ ഐബ്രോസിന്? ഐ കേക്ക് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ട്യൂബിൽ വരുന്നുണ്ട്, അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. എല്ലാവരും കൂടുതലും ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ടാണ്. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും. ഡാർക്ക് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ ആയിട്ട് പോവുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡും ഡാർക്കും കൂടി ചെയ്യണോ അതോ ബ്ലെൻഡ് ചെയ്ത് ചെയ്യാം? നമുക്ക് ഏത് ഭാഗത്താണ് തിക്നെസ് വേണ്ടത് അവിടെ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം. പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് അധികം ഡാർക്ക് വരാതിരിക്കുന്നതാണ് ബെറ്റർ. നമുക്കൊരു നാച്ചുറൽ ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് കുറച്ച് മൈൽഡ് ആയിട്ട് തിക്കായിട്ട് ഇങ്ങനെ നല്ലൊരു ഷേപ്പിൽ വരുന്നത്. അത് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു. ഗായത്രിയുടെ ഫേസിൽ ചെയ്തിരിക്കുന്നത് ഐബ്രോ ഈ ലാസ്റ്റുള്ള ഫൈനൽ പൊസിഷൻ നമ്മൾ നല്ല ഡാർക്ക് ചെയ്തിട്ടും ഈ സ്റ്റാർട്ടിങ്ങിൽ വളരെ മൈൽഡായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷേപ്പ് ഒന്ന് കുറച്ച് ബ്രോഡ് ആക്കിയിട്ട് ഷേപ്പ് ഒന്ന് കുറച്ച് മുകളിൽ ചെറിയൊരു ആർച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചിലർക്ക് കൂട്ടുപിരിവ് ഉണ്ടാവും. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ ചിലവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടിങ് മൈൽഡായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് മൈൽഡായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഡാർക്ക് ആയിട്ട് വരുമ്പോൾ ഇവിടെ വളരെ പ്ലെയിൻ ആയിട്ടിരിക്കും. ഇത് തന്നെ നോക്കി കഴിഞ്ഞാൽ ഈ ചെയ്യാത്ത ഐബ്രോയും ചെയ്ത ഐബ്രോയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മിററിൽ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. സോ ഇതാണ് ഡിഫറൻസ്. നമ്മുടെ ഫേസിൽ ഐബ്രോസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാത്തതാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ചെയ്യാത്തതും ഇത് മാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തതും എനിക്ക് ഈ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നെക്സ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് കാണാം. ഐബ്രോന്റെ അടിഭാഗം ഒന്ന് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഐബ്രോ ഒന്നും കൂടി പ്രോമിനന്റ് ആയിട്ട് കാണും. അത് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഐബ്രോസ്. ഗായത്രിയുടെ ഐബ്രോ വളരെ തിന്നായിരുന്നു, വളരെ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ഡാർക്ക് ഷെയ്ഡ് ചെയ്തു, ഷേപ്പ് ചെയ്തു. പിന്നെ ഈ എഡ്ജെല്ലാം വളരെ തിന്നായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒട്ടും കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും, നാച്ചുറലായിട്ട് തന്നെ തോന്നിയിരിക്കുന്നത്. പിന്നെ ഐബ്രോൻ്റെ താഴെ ഭാഗം ചെറുതായിട്ട് നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐബ്രോ ഒന്നും കൂടി പ്രോമിനൻ്റ് ആയിട്ട് തോന്നുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. മാം പറഞ്ഞു തന്നൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ബ്ലാക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. സോ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.